ലഹരി ഉപയോഗിക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കുകയല്ല, ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ. ലഹരിക്കെതിരെ കൂട്ടായ പ്രതിരോധമാണ് തീർക്കേണ്ടതെന്നും പെരുന്നാൾ ദിവസം ലഹരി വിരുദ്ധ സന്ദേശവും പ്രതിജ്ഞയും ഈദ്ഗാഹുകളിൽ ഉണ്ടാകണമെന്ന നിർദ്ദേശം KNMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നും ഹുസൈൻ മടവൂർ പറഞ്ഞു. അനിൽക സേത് തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ഈ ബോധവൽക്കരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഘട്ടത്തിൽ KNMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ മടവൂർ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് ഈ ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ചില മഹല്ലുകളൊക്കെ തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നവരെ മഹലിൽ നിന്ന് വിലക്കണമെന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ദോഷമല്ല അത് ചെയ്യുക. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം ഒരു മഹല്ല് കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട എല്ലാ ആളുകളും ഒന്നിച്ച് ചെയ്യണം. അപ്പോൾ അത് ഒറ്റക്കുമാവാം, കൂട്ടമായിട്ടുമാവാം. അപ്പം മുസ്ലിം സംഘടനകളെ എല്ലാ സംഘടനകളും ലഹരിക്കെതിരെ സജീവമായി രംഗത്തുണ്ട്. അതിന് കാരണം ഇസ്ലാമികമായി ലഹരി പദാർത്ഥങ്ങൾ നിഷിദ്ധമാണെന്നുള്ളതാണ്. അതിപ്പോൾ പറയുന്ന ഈ ലഹരി മാത്രമല്ല, ലഹരി തന്നെയാണ് മദ്യവും വിദേശ മദ്യവും ഒക്കെ. പക്ഷേ സർക്കാർ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു കാര്യം, മദ്യവ്യാപനം അത് തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. പുതിയ പുതിയ മദ്യഷാപ്പുകൾ ഉണ്ടാകുന്നു. മദ്യത്തിൽ നിന്നാണ് ഈ മയക്കുമരുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ബോധവൽക്കരണമാണ് വേണ്ടത്. ഈ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് KNMന്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്? അതായത് ഈ പെരുന്നാൾ ദിനത്തോടൊപ്പം ഏതെങ്കിലും തരത്തിൽ സന്ദേശങ്ങൾ കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം KNMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? അതുകൊണ്ട് KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ എല്ലാ ഈദ്ഗാഹുകളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം മുൻ മന്ത്രിയായിട്ടുള്ള KT ജലീലിൻ്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. മദ്രസകളിൽ പഠിച്ചവർ ലഹരി ഉപയോഗവും അതിൻ്റെ കേസുകളിലൊക്കെ പെടുന്നൊരു കാര്യം KT ജലീൽ പറഞ്ഞിരുന്നു. അത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം? അല്ല, അതിപ്പോൾ ഞാൻ പറയാം. എനിക്ക് പറയാൻ സാധിക്കും, സ്കൂളിൽ പഠിച്ച ആളുകളാണ് ഇതൊക്കെയെന്ന്, കോളേജുകളിൽ പഠിച്ച ആളുകളാണ് എന്ന് പറയാൻ പറ്റും. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എവിടെ ആയിരുന്നു എന്നത് നോക്കിയിട്ടല്ലല്ലോ പറയാം. അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹം ജീവിക്കുന്ന പ്രദേശത്ത് മുസ്ലിങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ പ്രാദേശിക എഡിഷനിൽ വരുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അത് അദ്ദേഹം ഒരു വേദനയിൽ നിന്നോ സങ്കടത്തിൽ നിന്നോ സമുദായത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ പലരും പറയാറുണ്ട്, നമ്മൾ കൂടുതൽ മെച്ചപ്പെടണം, നമ്മുടെ ആളുകൾ കൂടുതൽ നന്നാവണം. അത്രേ അതിന് അർത്ഥമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ലഹരിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ KNMന്റെ ഭാഗത്ത് നിന്നും ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് KNMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ട് ഡോക്ടർ ഹുസൈൻ മടവൂർ നമ്മളോടൊപ്പം ന്യൂസ് മലയാളത്തോടൊപ്പം പറഞ്ഞിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ സുൽത്താനോടൊപ്പം അനിൽക സേത്, ന്യൂസ് മലയാളം, കോഴിക്കോട്.